ജീവനുള്ള ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ഭാഗം തലക്കെട്ട് പ്രാർത്ഥന സാത്താനെതിരെയുള്ള ഫലപ്രദമായ ആയുധം. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. യാക്കോബ് അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മളുടെ ഓരോരുത്തരോടും പറയുകയാണ്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. സാത്താൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രവൃത്തികളും കപടത്തെയും തിരിച്ചറിയുന്നവർ പക്ഷെ ചുരുക്കമാണ്. ദൈവജനം ഈ ദുഷ്ട ശത്രുവിൽ നിന്നോ എതിർത്ത് നിൽക്കുവാൻ ഒരുങ്ങിയിരിക്കണം. ഇങ്ങനെയുള്ള ചെറുത്തു നിൽപ്പിനെയാണ് സാത്താൻ ഭയപ്പെടുന്നത്. നമ്മൾ ദൈവത്തോട് കൂടുതലായി അടുക്കുക, സാത്താന്റെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയുക, സാത്താന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അകപ്പെടാതെ ദൈവത്തോട് കൂടുതലായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ കൂടുതലായി നമ്മൾ ആശ്രയിക്കണം. ബലിവനായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ നമ്മൾ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കണം. സഭാപ്രസംഗ പുസ്തകത്തിൽ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, ലോകം മായയാണ്. ഇന്ന് അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകമോഹങ്ങളിലേക്ക് നമ്മൾ വഴുതി പോവുകയാണ്. അതാണ് സാത്താന്റെ ചതിക്കുഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളോട് അടുത്തു വരും. വലുവനായ ദൈവം അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ച് അറിയുവാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ആ കഴിവ് ലഭിക്കുകയില്ല. കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സാത്താന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുമ്പോൾ സാത്താൻ നമ്മളെ വിട്ടോടിപ്പോകും. സാത്താനോട് നമ്മൾ എതിർത്ത് നിൽക്കുക. സാത്താനോട് നമ്മൾ എതിർക്കുമ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. വലുവനായ ദൈവത്തോട് നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വലുവനായ ദൈവം നമ്മളോട് അടുത്തു വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിശ്വാസം, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക, ബലിവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ബലിവനായ ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുക, ബലിവനായ ദൈവത്തെ പൂർണ്ണമായി സേവിക്കുക, ബലിവനായ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാതെ, ലോകത്തിൻ്റെതായിട്ടുള്ള കപടതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വഴുതി പോകാതെ ബലിവനായ ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദുഷ്ടശക്തിയായ സാത്താന്റെ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് ബലിവനായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം രണ്ടാമത് ഭൂമിയിലേക്ക് നമ്മൾ ചേർപ്പാൻ വരുമ്പോൾ നമ്മൾ നിത്യജീവന് അവകാശികളായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസമെന്ന പരിചയം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ബലിവനായ ദൈവത്തിന്റെ എല്ലാവിധമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള നന്മകൾ അനുഭവിച്ച് ഈ ലോകത്ത് ജീവിപ്പാൻ ബലിവനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാർത്തപ്പെട്ട ദൈവമേ കർത്താവേ, ഈ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് ലഭിച്ച ഈ ചിന്തയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ കർത്താവെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളെ അടിയങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ബലിവനായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ. ബലിവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസം എന്ന പരിചയം മുറുകെ പിടിച്ചുകൊണ്ട് ബലിവനായ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ അടിയങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ക്രമപ്പെടുത്തുമാറാകണമേ. അടിയങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കൂടുതലായി സ്വർഗീയ നന്മകൾ അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. പിശാചിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ തക്കവണ്ണം അടിയങ്ങളുടെ മനസ്സുകളെ അങ്ങ് പുതുക്കണമേ. ബലിവനായ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിപ്പാൻ അടിയങ്ങളെല്ലാവരെയും ഒരുക്കുമാറാകണമേ. എല്ലാവിധ നന്മകളും കൊണ്ടും നിറയ്ക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.